ഹലോ ഓൾ, ഇന്നത്തെ ടോപ്പിക്ക് ആൻറ്റി കോളിനർജിക് ഏജൻറ്റ്സ്. അതിൽ ആദ്യം നോക്കുന്നത് ആൻറ്റി മസ്കാരനിക് ഏജൻറ്റ്സ്. കമ്മിങ് ടു ആൻറ്റി മസ്കാരനിക് ഏജൻറ്റ്സ്, പ്രോട്ടോടൈപ്പ് ഡ്രഗ് ഏതാണെന്ന് വെച്ചാൽ അട്രോപ്പിനാണ്. അട്രോപ്പിനും പിന്നെ സ്കോപ്പോലമിനാണ് അടുത്ത എക്സാമ്പിൾ. പിന്നെ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുമ്പോൾ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസം ആണ് ഇൻ മസ്കാരനിക് റിസപ്റ്റേഴ്സ്. അപ്പോൾ അതിൽ അഗോണിസ്റ്റ് ആരാന്ന് എഴുതാം, ആൻറ്റഗോണിസ്റ്റ് ആരാന്ന് എഴുതാം, അസിറ്റൈൽ കോളിനും അട്രോപ്പിനും. Coming to the classification of anti-muscarinic agents, അതിൽ നാച്ചുറൽ, സെമിസിന്തറ്റിക്, സിന്തറ്റിക്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ അട്രോപ്പിൻ, സ്കോപ്പോലമിൻ. സെമിസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ഹോമട്രോപ്പിൻ, ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്, ടയോട്രോപ്പിയം ബ്രോമൈഡ്. സിന്തറ്റിക്കിൽ പറയുമ്പോൾ ഓരോ ഫംഗ്ഷൻ വെച്ചിട്ട് മിഡ്രാറ്റിക്കിൽ സൈക്ലോപെൻഡിലേറ്റ്, ട്രോപ്പിക്കാമൈഡ്. പെപ്റ്റിക് അൾസറിൽ പൈറിൻസെപ്പിൻ, ടീലെൻസെപ്പിൻ. ആൻറ്റിസ്പാസ്മോഡിക്കിൽ ഡൈസൈക്ലോമിൻ, ഓക്സിബ്യൂട്ടനിൻ, ഫ്ലാവോക്സൈഡ്. പ്രീ അനസ്തെറ്റിക്കിൽ ഗ്ലൈക്കോപൈറലേറ്റ്. പാർക്കിൻസോണിസത്തിൽ ബെൻസെക്സോൾ, ബെൻസ്ട്രോപ്പിൻ. അട്രോപ്പിൻ ഇസ് ദ പ്രോട്ടോടൈപ്പ് ഡ്രഗ്. അതിൽ ഓരോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, അതിൻ്റെ റൂട്ട് പറയുകയാണെങ്കിൽ ടോപ്പിക്കലായിട്ട് ഉപയോഗിക്കാം, അതിൽ ഓറലി, പാരൻട്രലി. CNS മെയിൻലി സ്റ്റിമുലൻ്റ് ആക്ഷൻ ആണുള്ളത്. പ്ലസ് ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യം, ആൻറ്റി പാർക്കിൻസോണിസം ആൻഡ് ആൻറ്റി മോഷൻ സിക്നസ് എഫക്റ്റ്. ഇതാണ് CNS ഓർത്തിരിക്കേണ്ടത്. കമ്മിങ് ടു CVS, അതിൽ ഇതൊക്കെ പാരസിമ്പത്തോലൈറ്റിക് അല്ലേ, അപ്പോൾ സിമ്പത്തറ്റിക് ആക്ഷനാണ് മെയിൻലി. ഹാർട്ട് റേറ്റ് കൂടുന്നു, ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കൂടുന്നു, AV കണ്ടക്ഷൻ കൂട്ടുന്നു, ടാക്കിക്കാർഡിയ, അതൊക്കെയാണ് ആക്ഷൻ. ബട്ട് ലോ ഡോസസിൽ എന്തൊക്കെ, ഇനീഷ്യൽ ബ്രാഡിക്കാർഡിയ, അത് ഓർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഹൈ ഡോസസ് കോസിങ് ഫ്ലഷിങ് ആൻഡ് ഹൈപ്പോടെൻഷൻ. ഇനി ഗ്ലാൻസിലേക്ക് വരുമ്പോൾ സെക്രീറ്ററി ആക്ഷൻ എല്ലാ സെക്രീഷൻസ് കുറയ്ക്കുന്നു. ബട്ട് മിൽക്കും ബൈലും നോട്ട് എഫക്റ്റഡ്. ഐസിൽ എന്താണ്, ഒരു മിഡ്രിയാറ്റിക് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇറ്റ് കോസസ്, നമ്മുടെ കൺസ്ട്രക്ടർ പ്യൂപ്പിളിലെ ഉണ്ട്, നമ്മുടെ സിലിയറി മസിൽസ് ഉണ്ട്. ഈ കൺസ്ട്രക്ടർ പ്യൂപ്പിളിലെ പാരാലിസിസ് ആണ്. അപ്പോൾ എന്താണ്, അൺഅപ്പോസ്ഡ് ആക്ഷൻ ഓഫ് ദ ഡയലേറ്റർ പ്യൂപ്പിളെ വിച്ച് കോസസ് പാസീവ് മിഡ്രിയാസിസ്, വേറസ് ഡയറക്റ്റ് ആക്ഷൻ ഓൺ ദ ഡയലേറ്റർ പ്യൂപ്പിൾ ഈസ് നോൺ ആസ് ആക്റ്റീവ് മിഡ്രിയാസിസ്. പാരലിസിസ് ഓഫ് ദ സിലിയറി മസിൽ, സൈക്ലോപ്ലീജിയ. അപ്പോൾ അക്കോമഡേഷൻ ഒന്നും നടക്കൂല. കമ്മിങ് ടു സ്മൂത്ത് മസിൽ, GITയിൽ എന്താണ്, ടോണ് കുറയുന്നു, മോട്ടിലിറ്റി കുറയുന്നു, ബട്ട് സ്പിങ്ക്ടറിൻ്റെ ടോണ് കൂടുന്നു, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു. സിമിലർലി ഇൻ ദ യൂറിനറി ബ്ലാഡർ ഓൾസോ എന്താണ്, യൂറിനറി റിട്ടൻഷൻ. ബ്രോങ്കയിൽ എന്താ, ബ്രോങ്കോ ഡയലേഷൻ പ്ലസ് മ്യൂക്കോസിലറി ക്ലിയറൻസ് പ്ലസ് റെഡ്യൂസസ് സെക്രീഷൻ. കമ്മിങ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ അട്രോപ്പിൻ ആൻഡ് ഫിനൈലെഫ്രിൻ, ഇപ്പോൾ ഏതാ ക്ലാസ് എന്ന് എഴുതുക, ആൻറ്റി കോളിനർജിക് ആണ്. ഇത് സിമ്പത്തോമൈമെറ്റിക് ആൽഫ അഗണിസ്റ്റ് ആണ്. ഇറ്റ് കോസസ് പാസീവ് മിഡ്രിയാസിസ്, ആക്റ്റീവ് മിഡ്രിയാസിസ്, ലോസ് ഓഫ് റൈറ്റ് റിഫ്ലക്സ്, നോ ലോസ് ഓഫ് ലൈറ്റ് റിഫ്ലക്സ്. ഹിയർ കോസസ് സൈക്ലോപ്ലീജിയ, ഡസ് നോട്ട് കോസസ് സൈക്ലോപ്ലീജിയ. ആൻഡ് ഇൻട്രാഒക്യുലർ പ്രഷർ കൂട്ടുന്നു, അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ ഉണ്ടാക്കുന്നു ബിക്കോസ് ഓഫ് ദ ഒക്ലൂഷൻ ഓഫ് ദ കനാൽ ഓഫ് ഷെം. അത് മറ്റേ ഇറിഡോകോർണിയൽ ആംഗിളിൽ മറ്റേ അക്യൂസ് ഹ്യൂമർ ഡ്രെയിൻ ചെയ്യാൻ പോയിട്ട് ഒരു കനാലില്ലേ, അത് ഇവർ ഡൈലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒക്ലൂഡ് ആവുന്നു, കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ലൂമൻ വലുതാവുന്നു, അങ്ങനെ പ്രഷർ കുറയുന്നു. ഇവിടെ ഈ IOP ഈസ് ഡിക്രീസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ഫോർമേഷൻ ഓഫ് ഇൻട്രാഒക്യുലർ മറ്റേ അക്യൂസ് ഹ്യൂമർ. ഇനി കമ്മിങ് ടു ദ ഫാർമക്കോഡൈനാമിക്സ്, അതിൽ അബ്സോർപ്ഷൻ, മെറ്റബോളിസം, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ക്രീഷൻ ഇതൊക്കെ സെയിം ആണ്. ലൈക്ക് GI ട്രാക്റ്റിൽ വെൽ ഡിസ്ട്രിബ്യൂട്ടഡ്, മെറ്റബോളൈസ്ഡ് ഇൻ ദ ലിവർ ആൻഡ് എക്സ്ക്രീറ്റഡ് അൺചേഞ്ച്ഡ് ഇൻ ദ യൂറിൻ. ഇനി അട്രോപ്പിനിലെ യൂസ് ഏതൊക്കെയാണ്, ഹോമട്രോപ്പിൻ. ഐയിൽ വരുമ്പോൾ ഹോമട്രോപ്പിൻ, സൈക്ലോപെൻഡിലേറ്റ്, ട്രോപ്പിക്കാമൈഡ്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് സെമി സിന്തറ്റിക്കിന് കമ്പയർ ചെയ്യുമ്പോൾ സിന്തറ്റിക് ആണ് എന്താണ്, സിന്തറ്റിക് ഹാവ് റാപ്പിഡ് ഓൺസെറ്റ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അപ്പം ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. നമ്മുടെ മിഡ്രാറ്റിക് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ട്രോപ്പിക്കാമൈഡ് ആണ് ബെറ്റർ. ആൻറ്റിസ്പാസ്മോഡിക്കിൽ വരുമ്പോൾ ഡൈസൈക്ലോമിൻ, ഓക്സിബ്യൂട്ടനിൻ, ഫ്ലാവോക്സൈഡ് ഇതൊക്കെ എന്തിനുപയോഗിക്കാം, ഡിസ്മെനോറിയ ഉപയോഗിക്കാം. നമ്മൾ യൂസസ് പിന്നെ പറയുന്നു. ഇതിൽ മെയിൻലി നോക്കുന്നത് ഇത് വെസിക്കോ സെലക്റ്റീവ് ആൻറ്റി കോളിനർജിക് ഏജൻസ് നോക്കുമ്പോൾ ഏതൊക്കെയെന്ന് ഓർത്ത് വെക്കണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മോർ സെലക്റ്റീവ് ഓഫ് യൂറിനറി ബ്ലാഡർ ദാൻ സലൈവറി ഗ്ലാൻസ് ടോൾട്ടറിഡിനാണ്. ഇതൊക്കെയാണ് ഇത് ഓർത്ത് വയ്ക്കുക. ഓക്സിബ്യൂട്ടനിൻ, ഫ്ലാവോക്സൈഡ്, ടോൾട്ടറിഡിൻ ഇവരൊക്കെയാണ് വെസിക്കോ സെലക്റ്റീവ് ആൻറ്റി കോളിനർജിക്സ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് യൂസ്, ഇനി ഓരോന്ന് വരിക. സെമി സിന്തറ്റിക്കിൽ ആരൊക്കെയാണ്, ഇപ്രാട്രോപ്പിയം, ട്രയോട്രോപ്പിയം ഇവരൊക്കെ ബ്രോങ്കോ ഡൈലേഷൻ, ബ്രോങ്കിലാസ്മ,
COPD അതിനൊക്കെ ഉപയോഗിക്കുന്നു. പൈറൻസെപ്പിൻ, ടിരസ്പിൻ അതിലെന്താണ് പെപ്റ്റിക് അൾസറിന് ഉപയോഗിക്കുന്നു. ബെൻസെക്സോൾ, ബെൻസ്ട്രോപ്പിൻ പാർക്കിൻസോണിസത്തിന്, ഗ്ലൈക്കോപൈറലേറ്റ് പ്രീ അനസ്തെറ്റിക് ഏജന്റ് ഇതൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ തന്നെയാണ് യൂസ്. അപ്പം ഐസിലെന്താ ഫണ്ടോസ്കോപ്പി എക്സാമിനേഷൻ, റിഫ്രാക്ടറി ടെസ്റ്റിംഗ്. ഫണ്ടോസ്കോപ്പിൻ എക്സാമിനേഷൻ ഡ്രഗ് ഓഫ് ചോയ്സ് ഒരു ആൽഫ അഗണിസ്റ്റായ ഫിനൈലിഫ്രിൻ ആണെങ്കിലും ആൻറ്റി മസ്കാരിനിക് ഏജന്റ് പ്രിഫേർഡ് ചെയ്യുന്നത് ട്രോപ്പിക്കാമൈഡ് ആണ്. റിഫ്രാക്ടറി ടെസ്റ്റിംഗ് ബോത്ത് സൈക്ലോപ്ലീജിക് എഫക്റ്റും വേണം, മിഡ്രാറ്റിക് എഫക്റ്റും വേണം. ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ട്രോപ്പിക്കാമൈഡ് ആണ്. എന്നാലും അട്രോപ്പിൻ ഇസ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ് ഇൻ പ്രൊഡ്യൂസിങ് സൈക്ലോപ്ലീജിയ ഇൻ ചിൽഡ്രൻ. അപ്പം ഈ ഏജ് ഗ്രൂപ്പിൽ പ്രിഫർ ചെയ്യുന്ന സൈക്ലോപ്ലീജിക് ഏതാണെന്ന് ചോദിച്ചാൽ അട്രോപ്പിൻ എഴുതണം. ഈ എന്തോ വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. പ്രീ അനസ്തെറ്റിക് ഏജിന് ഒരേ ഒരു ഡ്രഗ് ഉള്ളൂ, ഗ്ലൈക്കോപൈറലേറ്റ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ബിഫോർ ജനറൽ അനസ്തീഷ്യ. കമ്മിങ് ടു ദ അതർ യൂസസ്, നമ്മളെല്ലാ യൂസസും പറയാം. പിന്നെ സൈലോറിയ, COPD അവിടെ സെക്രീഷൻ കുറയ്ക്കുന്നത് കൊണ്ട് സൈലോറിയ. പിന്നെ ബ്രോങ്കോഡൈലേഷൻ ഉപയോഗിക്കുന്നുണ്ട് ബ്രോങ്കിലാസ്മ, COPD. പിന്നെ യൂറിനറി ഡിസോർഡേഴ്സ്, അപ്പോൾ വെസിക്കോ സെലക്റ്റീവ് ഏതൊക്കെയാണെന്ന് വെച്ച് എഴുതണം. കുറച്ച് പോയ്സണിങ് ഉണ്ട്. OP ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ്ങിന് എഴുതുക. അട്രോപ്പിൻ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. പിന്നെ മഷ്റൂം പോയ്സണിങ്, പിന്നെ ക്യുറേർ പോയ്സണിങ് അതൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ പാർക്കിൻസോണിസത്തിന് ഉപയോഗിക്കുന്നു. ഏതാണ് ബെൻസെക്സോൾ, ബെൻസ്ട്രോപ്പിൻ. അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ അഡ്വേഴ്സ് എഫക്ട്സും കോൺട്രാ ഇൻഡിക്കേഷനും. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ സിസ്റ്റായിട്ട് നോക്കുമ്പോൾ ഡ്രൈനെസ് ഓഫ് മൗത്ത്, ത്രോട്ട്, കോൺസ്റ്റിപ്പേഷൻ. ഐസിൽ വരുമ്പോൾ അക്യൂട്ട് കൺജസ്റ്റീവ് ഗ്ലോക്കോമ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. CNS വരുമ്പോൾ റെസ്റ്റ്ലെസ്നെസ്, എക്സൈറ്റ്മെൻറ്റ്, ഡെലീരിയം. CVS ടാക്കിക്കാർഡിയ, പൾപിറ്റേഷൻ. പിന്നെ അക്യൂട്ട് ഓപ്പിയം പോയ്സണിങ്, അക്യൂട്ട് അട്രോപ്പിൻ പോയ്സണിങ്ങിൽ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അതൊരു കോളിനർജിക് ഏജൻ്റ് ആയിരിക്കും. ഫൈസോസിഗ്മ ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്, അത് മാത്രം ഓർത്താൽ മതി. സ്കോപ്പോലമിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ അടുത്ത നാച്ചുറൽ ആൻറ്റിമസ്കാരിനിക് ഏജൻ്റ് ആണ്. ദാറ്റ് യൂസ്ഡ് അത് മെയിൻലി വരുന്നത് ആൻറ്റി മോഷൻ സിക്നസ് എഫക്റ്റ് ആണ്. അതിൻ്റെ മെയിൻ ആക്ഷൻ പറയുമ്പോൾ ആൻറ്റി മോഷൻ സിക്നസ് എഫക്റ്റ് ഇപ്പോൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. അത് ട്രാൻസ് ഡെർമൽ പാച്ച് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗാംഗ്ലിയൻ ബ്ലോക്ക്. പിന്നെ ആൻറ്റി നിക്കോട്ടിനിക് ഏജൻസ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ്, ട്രൈമെറ്റഫിനും നിക്കോട്ടിനും. ട്രൈമെറ്റഫിൻ എന്ന് പറയുമ്പോൾ യൂസ് ടു കൺട്രോൾ ഹൈപ്പർ ടെൻഷൻ ഡ്യൂറിങ് ന്യൂറോ സർജറി. പിന്നെ നിക്കോട്ടിൻ പറയുമ്പോൾ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് ഇൻ മറ്റേ ടൊബാക്കോ സ്മോക്കിങ്ങിന് ഉപയോഗിക്കുന്നു. പിന്നെ പറയുമ്പോൾ ബ്രുപ്രോപ്പൈൻ ഈസ് യൂസ്ഡ് ഇൻ സെസേഷൻ ഓഫ് സ്മോക്കിംഗ്. പിന്നെ കീ പോയിന്റ്സ് വായിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും MCQ. താങ്ക് യു.